പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കാണുന്നത് അരീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയുടെ ചാർജുള്ള ഷിംന ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചർ ഒരു കവയത്രിയാണ്. അതുപോലെ തന്നെ ഈ വായനയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു അധ്യാപികയാണ്. ധാരാളം കുട്ടികൾ ഇവിടെ വായിക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ലോകത്ത് അവർ വായനയുടെ സ്വർഗത്തിലാണ് ഇവർ നിൽക്കുന്നത്. പലരും വായിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പുസ്തകങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ലെവലിൽ വെച്ചിട്ട് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പുസ്തകങ്ങളും വായിക്കുന്നവരുണ്ട്, ചെറിയ പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട്. ഏതായാലും ഇത് ഒരു ശീലമാക്കി തീർത്ത കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. വായനയുടെ ലോകത്തിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. UP വിഭാഗത്തിലെയും ഹൈസ്കൂളിലെയും കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ വായനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ കുട്ടികളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചിത്രകഥാ പുസ്തകങ്ങളൊക്കെ, നമ്മുടെ കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുകയാണ്. ചെറിയ കഥകൾ ഉള്ള പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഏത് പുസ്തകമാണ് മോൻ വായിക്കുന്നത്? കൃഷ്ണൻ്റെ ബുക്കാണ് അല്ലേ? എന്താണ് അതിലെ കഥകൾ? ഏതൊക്കെയാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് വരുന്നത്. മോനെ ഏത് കഥയാണ് വായിക്കുന്നത്? പൂമ്പാറ്റകളെ കുറിച്ചിട്ടുള്ള കഥകളാണ് വായിക്കുന്നത്. മോനേതാ വായിക്കുന്നത്? ഹൂ ഈസ് ദ കില്ലർ എന്നുള്ള ഒരു കഥയാണ് വായിക്കുന്നത്. നീ ഏതാ വായിക്കുന്നത് മോനെ? മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം അവന് മാജിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് മാജിക്ക് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. മോനോ? വായിക്കാൻ വളരാം അല്ലേ? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും അല്ലേ? കുഞ്ഞുണ്ണി മാഷ് അങ്ങനെ പറഞ്ഞല്ലേ? മോനേത് വായിക്കുന്നത്? കൂട്ടുകാരെ കൂടെ വരും അല്ലേ? പാട്ടുപാടി കളിച്ചിടാം അല്ലേ? ഓക്കെ. മോള് ഏതാ വായിക്കുന്നത് മോളെ? ഹിറ്റ്ലറുടെ ആത്മകഥയാണ് അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10. എന്താ പേരെന്താണ്? അനാമിക. ഹിറ്റ്ലർ എന്ന കഥാപാത്രം അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ ആത്മകഥ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഹിറ്റ്ലറെ പറ്റി കൂടുതൽ അറിയാനുള്ളൊരു ആകാംക്ഷ അല്ലേ? അതിൽ നിന്നാണ് ഈ ഒരു പുസ്തകം തിരഞ്ഞെടുത്തത്. ഹിറ്റ്ലർ, മുസോളിനിയൊക്കെ പറഞ്ഞാലേ നമ്മൾ കേട്ട് പരിചിതങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ സാമൂഹ്യശാസ്ത്ര അധ്യാപകർ നിങ്ങളെ പ്രചോദിപ്പിച്ച ആളുകൾ, അല്ലെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അവർ ലോകത്തിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ അത് കേട്ടിട്ടായിരിക്കും നിങ്ങൾ ഹിറ്റ്ലറുടെ ആത്മകഥ തിരഞ്ഞെടുക്കാൻ കാരണം. ഇങ്ങനെ എന്നും വായിക്കുമോ അതോ ഒക്കേഷണലിയാണോ? അതെ, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലൈബ്രറിയിൽ വന്നിട്ട് പുസ്തകം വായിക്കും, ഇടയ്ക്കിടയ്ക്ക് വായിക്കും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നമ്മൾ പോകുന്നത് ഒരുപാട് കുട്ടികൾ ഇവിടെ വായിക്കുന്നുണ്ട്. മോളേത് പുസ്തകമാണ് വായിക്കുന്നത്? നമ്മുടെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള, നമ്മുടെ മിസൈൽ മാനായിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഏതാണ് പുസ്തകം? വഴിത്തിരിവുകൾ എന്നുള്ള പുസ്തകമാണ്. ടേണിംഗ് പോയിൻറ്റ്സ് അല്ലേ? 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്താ പേരെന്താ? ആൻമരി. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് 10ാം ക്ലാസ് എന്ന് പറയുന്നത് ടേണിംഗ് പോയിൻ്റ് ആണ് അല്ലേ? അവിടുന്ന് അങ്ങോട്ട് നമ്മൾ +1ഉം +2ഉം അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്, കൊമേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഏത് ഗ്രൂപ്പ് എടുക്കാൻ തീരുമാനം? സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് തന്നെയാണ്. മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു കൽപ്പന ചൗളയൊക്കെ ഇഷ്ടമാണോ? എന്താണ്? ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസർ ആവാൻ ആഗ്രഹം അല്ലെ? ആരോഗ്യ സംരക്ഷണം അല്ലേ? പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു ഓഫീസർ ആകണം എന്നുള്ള ആഗ്രഹം. ഓക്കെ, താങ്ക് യു. എന്നും വായിക്കാറുണ്ടോ? 10ാം ക്ലാസ് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ. നിങ്ങൾ ഏത് പുസ്തകമാണ് വായിക്കുന്നത്? ട്രഷർ ഐലൻഡ് അല്ലേ? ട്രഷർ ഐലൻഡ് നിധിയാണല്ലേ? അത് ആരെഴുതിയ പുസ്തകം? ഇതെന്താ ഈ പുസ്തകം എടുക്കാൻ കാരണം എന്താ? കണ്ടപ്പോൾ എടുത്തു അല്ലേ? നല്ല ബുക്കാണ്. ഇത് ഇംഗ്ലീഷ് അല്ലേ ഇത് അല്ലേ? ലാംഗ്വേജ് ഇഷ്ടമാണോ? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇഷ്ടം അല്ലേ? യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണല്ലോ അല്ലേ? ഇത് വായിച്ചാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും അല്ലേ? നമുക്ക് ഡിക്ഷണറി നോക്കൊന്നും വേണ്ട അല്ലേ? വായിക്കുമ്പോൾ അതിൽ ആ ഫ്ലോയിൽ പോവും അല്ലേ കഥകളൊക്കെ? ഓക്കെ. മോളേത് വായിക്കുന്നത്? പിരമിഡ്സിനെ പറ്റി അല്ലേ? പിരമിഡ്സിൽ എവിടെയാണ് പിരമിഡ്സ് എന്ന്? ഈജിപ്തിലാണല്ലേ? അപ്പോൾ നമ്മൾ പിന്നെ 10ാം ക്ലാസ്സിലാണോ നീ? 10ാം ക്ലാസ്സിൻ്റെ പേരെന്താ? നമ്മൾ പിരമിഡ്സിലെ സ്ക്വയർ പിരമിഡൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിരമിഡ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും അല്ലേ?
ഇതെന്താ പിരമിഡ്സ്? ഇതിലെന്താ വരുന്നത്? ബോഡീസ് അല്ലേ? ബോഡീസ് അല്ലേ? അല്ലേ? അത് സംസ്കരിക്കുന്നതാണ് അല്ലേ പിരമിഡ്സ് അവിടെ ഈജിപ്തിലല്ലേ? ഓക്കെ. അപ്പോൾ അതെങ്ങനെയുണ്ട്? വായിച്ചിങ്ങനെ മുന്നോട്ട് പോകണ്ടോ? ഓക്കെ. എല്ലാ ദിവസവും ഒരു വായിക്കുക അതോ ഒക്കേഷനിലാണോ? വെള്ളിയാഴ്ചകൾ മാത്രമാണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ടീച്ചറെ ഒരുപാട് കുട്ടികളെ നമ്മളിങ്ങനെ പരിചയപ്പെടുകയാണ്, എല്ലാവരെയും കൂടി എടുക്കാൻ പറ്റുന്നില്ല. മോളെ പേരെന്താ? മൈഥിലി. എന്നും പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഡെയിലി പുസ്തകം വായിക്കും? വെള്ളിയാഴ്ച ഇവിടുന്ന് പുസ്തകം എടുത്തു നിങ്ങൾ തുറക്കും. നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ ചാർജ് ഉണ്ട് അല്ലേ? നിങ്ങൾ എടുത്ത് പുസ്തകങ്ങളൊക്കെ എന്നും വായിക്കും പുസ്തകം അല്ലേ? എന്നും റീഡിങ് ഉണ്ട് അല്ല? വീട്ടിൽ പോയാലും വായിക്കുമോ പുസ്തകം? ശനി ഞായറും എടുത്ത് വായിക്കില്ലേ? അപ്പോൾ വായന ഒരു ഹോബിയാണ് അല്ലേ ശരിക്കും അല്ലേ? സന്തോഷത്തോട് കൂടിയിട്ട് വായിക്കും, ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല. ഓക്കെ ഓക്കെ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ? വായന ഹോബി ആയിട്ടാണല്ലേ? അങ്ങനെ വായിച്ചങ്ങനെ പോകും അല്ലേ? ഇന്നിപ്പോൾ ഏതാ പുസ്തകം വായിക്കുന്നത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ അല്ലേ? ഓക്കെ ഓക്കെ. ഏതാ മോള് വായിക്കുന്ന പുസ്തകം ഏതാ? അക്ബർ ആൻഡ് ബീർബൽ. നല്ല രസകരമായ കഥകളായിരിക്കും അല്ലേ? ഓക്കെ. മോളേതാ വായിക്കുന്നത്? ഭാർഗവി നിലയം. അതൊരു എന്താ പറയുക, ബഷീറിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ? നമ്മളെല്ലാവരെയും വളരെയധികം സ്വാധീനിച്ചൊരു കഥാകൃത്താണല്ലേ? എല്ലാ പുസ്തകങ്ങളും വായിച്ചത് ബഷീറിൻ്റെ? ഇല്ല, ഓരോന്നായിട്ട് ഇങ്ങനെ വായിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണല്ലേ? പാത്തുമ്മയുടെ ആടല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് അല്ലേ? 10ാം ക്ലാസ്സിൽ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ലൈബ്രറിയിലായിട്ടുള്ള ഷിംന ടീച്ചറാണ്. എത്ര കുട്ടികൾ ഇവിടെ വരാറുണ്ട് വെള്ളിയാഴ്ചകളിൽ? വെള്ളിയാഴ്ച മാത്രമല്ല സാർ, എല്ലാ ദിവസവും കുട്ടികൾ വരും. 1 മണിക്ക് ഞാൻ